വെൽക്കം ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ യാത്ര ഫ്രാൻസിൻ്റെ ഹൃദയഭാഗത്ത് കൂടിയാണ്. ഗാലറീസ് ലാഫയേറ്റ് ഒരു സമ്പൂർണ്ണ ഉയർന്ന നിലവാരമുള്ള ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറാണ്. ആധുനിക ഫാഷൻ എന്ന ആശയം, പ്രത്യേകിച്ച് റെഡി ടു വെയർ, ഹൗട്ട് കോച്ചർ സിസ്റ്റം എന്നിവ ആദ്യമായി ഉയർന്നു വന്നത് ഫ്രാൻസിലാണ്. ഫാഷനുകളുടെ ഒരു ലോകം തന്നെയാണ് അവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. ലോകോത്തര ബ്രാൻഡുകളുടെ ഒരു സങ്കീർണമായ ഒത്തുചേരലാണ് ഈ ഒരു ഷോപ്പിംഗ് സെൻറ്റർ. ഇനി നമ്മൾ ലൂവർ മ്യൂസിയത്തിന് അടുത്തേക്കാണ് പോകുന്നത്. മ്യൂസിയത്തെ പറ്റി പറയുകയാണെങ്കിൽ 12-ാം നൂറ്റാണ്ടിൽ ഫിലിപ്പ് രണ്ടാമൻ രാജാവ് നിർമ്മിച്ച ഒരു കോട്ടയായി ഇത് ആരംഭിച്ചു. പിന്നീട് ഇതൊരു രാജകീയ വസതിയായി രൂപാന്തരപ്പെടുകയും തുടർച്ചയായ രാജാക്കന്മാർ ഇത് വികസിപ്പിക്കുകയും ചെയ്തു. ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷം ഇതൊരു ദേശീയ മ്യൂസിയമായി ഔദ്യോഗികമായി പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. അവിടെ മുൻ രാജകീയ കലാശേഖരമുണ്ടായിരുന്നു. ഇറ്റാലിയൻ കലാകാരനായ ലിയോനാർഡോ ഡാവി വരച്ച മോണലിസയുടെ പെയിൻറ്റിങ്ങും ഇവിടെയാണുള്ളത്. ലോകത്തിലെ ഏറ്റവും പ്രശസ്തവും വലുതുമായ ഫൈൻ ആർട്സ് മ്യൂസിയമാണ് ലൂവ്രെ. ചരിത്രത്തിലെ ഏറ്റവും മികച്ച കലാശേഖരങ്ങളിലൊന്നാണിത്. ലോകത്ത് ഏറ്റവും അധികം ആളുകൾ സന്ദർശിക്കുന്ന മ്യൂസിയം കൂടിയാണിത്. പാരീസിൻ്റെ ഹൃദയഭാഗത്താണ് ലൂവ്രെ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. സീൻ നദിയും അതിനോട് ചേർന്നു തന്നെ ഒഴുകുന്നു. പാരീസിൻ്റെ സ്ഥാപനവും വികസനവുമായി സീൻ നദി ഇഴചേർന്നിരിക്കുന്നു. കെൽത്തിക് പാരീസി, റോമാക്കാർ, വൈക്കിങ്ങുകാർ തുടങ്ങിയ ആദ്യകാല കുടിയേറ്റക്കാർക്ക് ഇതൊരു സുപ്രധാന വ്യാപാര മാർഗമായി വർത്തിക്കുന്നു. നഗരത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെയും പ്രതിരോധത്തിൻ്റെയും കേന്ദ്രഭാഗമാണിത്. സെൽത്തിക് ദേവതയായ സെക്വാനയുടെ പേരിലാണ് നദിക്ക് പേര് നൽകിയിരിക്കുന്നത്. പാരീസിലെ ഏറ്റവും ആകർഷണീയമായ സ്ഥലത്തേക്കാണ് ഇനിയും നമ്മൾ പോകുന്നത്. കാർ പാർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് കുറച്ചു ദൂരം നടക്കേണ്ടതായി വരും. ടാക്സിയിലാണ് വരുന്നെങ്കിൽ അതിൻ്റെ ആവശ്യവുമില്ല. വളരെ ജനത്തിരക്കുള്ള റെസ്റ്റോറൻറ്റുകളും ചെറിയ ചെറിയ കച്ചവട സ്ഥാപനങ്ങളും ടവറിനോട് ചേർന്നു തന്നെയുണ്ട്. ഇഫൽ ടവർ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ 100-ാം വാർഷികം ആഘോഷിച്ച വേൾഡ്സ് ഫെയറിനായി നിർമ്മിച്ചത്. ഗുസ്താവ് ഈഫലിൻ്റെ കമ്പനി കരാറുകാരായി മൗറീസ് കോച്ച്ലിൻ, സ്റ്റീഫൻ സോവസ്ട്രേ, ഇമൈൽ നൂഗ്യർ എന്നിവർ ചേർന്നാണ് ഇത് രൂപകൽപ്പന ചെയ്തത്. ടവറിൻ്റെ പണി തുടങ്ങിയത് 1887 ജനുവരി 26 ആരംഭിച്ചു. 1889 മാർച്ച് 31 ടവർ റെക്കോർഡ് സമയത്തിനുള്ളിൽ 2 വർഷം 2 മാസം 5 ദിവസം പൂർത്തിയാക്കി. ഒരു യഥാർത്ഥ സാങ്കേതിക നേട്ടമായി ഇത് സ്ഥാപിക്കപ്പെട്ടു. ടവർ രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച എഞ്ചിനീയർ ഗുസ്താവ് ഈഫലിൻ്റെ പേരിലാണ് ഇതറിയപ്പെട്ടു. പകൽ വെളിച്ചത്തിൽ മനോഹരവും രാത്രിയിൽ ലൈറ്റുകൾ തെളിയുമ്പോൾ കൂടുതൽ മനോഹരവുമാണ്. 1887 ഗ്യാസ് ലൈറ്റുകളിൽ നിന്ന് ആധുനിക വൈദ്യുത സംവിധാനത്തിലേക്ക് ഈഫൽ ടവറിൻ്റെ പ്രകാശം പരിണമിച്ചു. എക്സ്പോസിഷൻ യൂണിവേഴ്സലിനായി തുടക്കത്തിൽ 10,000 ഗ്യാസ് ലാമ്പുകൾ ഘടനയെ പ്രകാശിപ്പിച്ചു. കൂടാതെ വൈദ്യുത ബീക്കണുകളും ചേർത്തു. 1900 ലൈറ്റിംഗ് പൂർണ്ണമായും വൈദ്യുതമായി. 1985 ഒരു പ്രധാന നവീകരണം യഥാർത്ഥ ലൈറ്റിങ്ങിന് പകരം കൂടുതൽ ആധുനിക സംവിധാനം സ്ഥാപിച്ചു. ഇരുട്ടിന് ശേഷം ഓരോ മണിക്കൂറിലും പ്രകാശിക്കുന്ന 20,000 തിളങ്ങുന്ന ബൾബുകൾ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് അത് മെച്ചപ്പെടുത്തി. താങ്ക് യു ഫോർ വാച്ചിങ് അവർ ചാനൽ. We will be back soon. Please subscribe our channel for more videos.